ഒരു 8-10 കൊല്ലം മുന്നേ ജയ്പൂർ വന്നപ്പോൾ ഞാൻ മിസ്സാക്കിയൊരു സംഭവമായിരുന്നു ജയ്പൂരത്തെ മങ്കി ടെമ്പിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ജയ്പൂർ വന്നിട്ട് ആദ്യം പോണത് മങ്കി ടെമ്പിളിലേക്കാണ്. മങ്കി ടെമ്പിളിൻ്റെ മുന്നിൽ ഇതെന്താ സംഭവം എന്ന് സത്യം പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. ഇത് വിൽക്കാൻ വെച്ചിരിക്കണമല്ലോ, ആൾക്കാരിങ്ങനെ വന്നിട്ട് ഇതിൽ പൈസ കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗോതമ്പ്, നിലക്കടല ഇങ്ങനെയൊക്കെ അതിലിരിക്കുന്നത്. എന്താണെന്നാവും. ഇതാണ് മങ്കി ടെമ്പിളിൻ്റെ എൻട്രൻസ്. ഇവിടെ മൊബൈലും പേഴ്സൊക്കെ നല്ലോണം സൂക്ഷിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. നിറച്ച് വാനരപ്പടകളാണ്. ഈ ഷാൾ എടുത്തിട്ടില്ലെങ്കിൽ ആകെപ്പെടും. ഭയങ്കര വെയിലാന്ന്, പക്ഷെ കുറച്ച് തണുപ്പുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കണ്ടോ വലിയ 2 മലകളെ, അതിൻ്റെ നടുവിൽ ഒരു പോണ്ട് ഉണ്ട് എന്നാണ് ഞാൻ കണ്ടത്. പോയേക്കാം. ആ മല കണ്ടോ, കല്ല്. ഇതിനെ ഖൽത്ത തീർത്ത് എന്നാ പറയാ. ഇതുണ്ടോ സ്റ്റെപ്പിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത്. ഇതാണ് ഗൽത്താജി കി തീർത്ത്. ഉണ്ടോ അവിടെ ലേഡീസ് മാത്രം കുളിക്കുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒഴിഞ്ഞെടുക്കാൻ. ഇത് കണ്ടോ, ആ വെള്ളം വീഴുന്നത് കണ്ടോ. അതാണ് ഗൽത്താജി മന്ദിർ, ഗൽത്താജി കാ മന്ദിർ. You see up from there? No. The main temple is there. I have auto. No, go up going here. No. The temple of sun. You can see city view of Jaipur. Everything you can see there. ഗൽത്താജി കാക്കിക്കോ ഏതോ ടെമ്പിളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ചോട്ടിലേക്കുള്ള വ്യൂ ആണിത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. കണ്ടോ, എൻ്റെ ഹിന്ദി ഒക്കെ കണക്കാണ്, അതുകൊണ്ട് അതാരും ശ്രദ്ധിക്കണ്ട. കണ്ടോ എന്ത് രസമാണെന്നറിയോ. കുറഞ്ഞച്ഛനും ഇന്നമാരി തന്നെ വിശപ്പാണ് പാവ. അപ്പോൾ നോക്കിയാലും ഞങ്ങളുടെ വിശപ്പിൻ്റെ കാര്യം ഞങ്ങൾക്കെല്ലാം അറിയും. കണ്ടോ നമ്മൾ വന്നത് അവിടെ നിന്നാണ്. നമ്മൾ ഈ ഗൽത്താജി ടെമ്പിളിൽ നിന്ന് ഇപ്പം ഇറങ്ങി വരികയാണ്. അങ്ങനെ ജയ്പൂരിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഈ അമ്പലത്തിൽ നിന്നാണ്. ഓക്കെ.